ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗായിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ തുറക്കാറായി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം. അതിന് വേണ്ടിയിട്ടൊക്കെ ഇന്ന് പുറത്ത് പോകുന്നതാട്ടോ. ഇത് കഴിഞ്ഞ സൺഡേ ലുലുലു ഷോപ്പിങ്ങിന് പോയായിരുന്നു. പെരുന്നാൾ ഷോപ്പിംഗ്, സ്കൂൾ ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇന്ന് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് കാലതാമസം വന്നു കേട്ടോ. കാരണം ഇതൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ടൈം എടുക്കൂല. അതുകൊണ്ടാണ്. ഓൾറെഡി എനിക്ക് സമയവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദേ മോള് പോണ ടൈമിൽ ഷൂസ് വലിച്ച് കയറ്റുന്ന ഒരു സീനറിയാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ എൻ്റെ ബാക്കിയുള്ള മിനുക്ക് പണികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവിടെ കുട്ടികൾക്കായൊക്കെ ഡ്രസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ ദേ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് പറ. ഞാനിതൊരു 2-2.5 വർഷം മുമ്പ് മീഷോന്ന് മേടിച്ചത്. ഒത്തിരി പുതിയതൊന്നുമല്ലല്ലോ. അപ്പോൾ വൈറ്റ് കളറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാൻറ്റും ഷോളും വേറെയാണ്. പാൻറ്റ് ഇതുപോലെ തന്നെ വൈറ്റ് ആട്ടോ. ടോപ്പിൻ്റെ സെയിം കളർ പാൻറ്റുമാണ്. പിന്നെ ഷോൾ വേറൊരു ഗ്രീൻ കളറും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വേറൊരു സൽവാറിൻ്റെ ഷോൾ. അപ്പോൾ ഞാൻ ഇതിനിട്ടതാട്ടോ. എൻ്റെ ഫേവറേറ്റ് കളറിലൊന്നാണ് ബ്ലാക്ക്, അതുപോലെ തന്നെ വൈറ്റ്. അപ്പോൾ ഇന്ന് ഞാൻ വൈറ്റും ബ്ലാക്കും ഒന്നിക്കുന്ന ഒരു കോംബോ തന്നെ അങ്ങോട്ട് കിട്ടും. നിങ്ങൾ പറ ഇതെനിക്ക് ചേരുന്നുണ്ടോ? അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ അവിടെ അതേ ചെരുപ്പ് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, നടക്കണ വാതൊക്കെ കൊണ്ടുവന്ന് ചെരുപ്പിടരുതെന്ന്. എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ചെറിയൊരു ഷൂറാക്ക് വെച്ചിട്ടുണ്ട്. പിള്ളേരോട് എപ്പോൾ പറഞ്ഞാലും കേൾക്കൂലെന്നേ. ആ ഷൂറാക്കിൽ എടുത്തു വയ്ക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും അതിന് വേണ്ടിയിട്ട് പിള്ളേരായിട്ട് ഒരു തർക്കം ഉണ്ടാവുന്നതാണ്. പിന്നെ ഇറങ്ങുന്ന ടൈമിൽ ഒരു രസം ഉണ്ടായിട്ടോ. ഞാൻ മുകളിലത്തെ വാതിൽ കുറ്റിയിടാനായിട്ട് മേലെ കയറിയപ്പോൾ അവിടെ ആ വാതിൽ കുറ്റിയിടുന്ന ആ ലോക്കയിലുണ്ടല്ലോ കൃത്യം ഒരു വലിയ ബെടാ കടന്നലിരിക്കുന്നുണ്ടായിരുന്നു. ആ ഇറങ്ങണ ടൈപ്പിൽ. താഴെയാണെങ്കിൽ ആൾ വേഗം ഇറങ്ങും വേഗം ഇറങ്ങുമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ച എടുത്തുകൊണ്ടിരിക്കുന്നു. മേളിലാണെങ്കിൽ കടന്നൽ. എനിക്ക് അവിടെ നിന്ന് കുറച്ച് പറയാൻ പറ്റൂലല്ലോ അതേ മുകളിൽ കടന്നലിരിക്കണമെന്ന്. അപ്പോൾ ആ വാതിലിൻ്റെ കുറ്റിയിൽ ഇങ്ങനെ കുറേ നേരം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ടൈം കുറേ നേരം അവിടെ പോയിട്ടോ. ഉച്ചയ്ക്ക് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് 2:30-3 മണിയായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ധൃതി പിടിച്ച് ഒരിടത്തേക്ക് ഇറങ്ങുമ്പോൾ വീട്ടിലൊരു പാമ്പോ അതുപോലെ ഇതുപോലെ കടന്നലൊക്കെ വന്നാൽ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ പിന്നെ അങ്ങനെ കടന്നൽ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ ഞാൻ വല്ലാണ്ട് ഇങ്ങനെ ആലോചിച്ചു. ആ ടൈമിൽ ഒരു പാമ്പാണ് വീട്ടിൽ കയറിയിരുന്നായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഒന്നും ചെയ്യില്ല. ആ യാത്ര തന്നെ അവിടെ ക്യാൻസലായേനെ. പിന്നെ കടന്നൽ പുറത്തേക്കൊന്നും പോയില്ല കേട്ടോ. അകത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചെറിയ ഹോള് മതിയല്ലോ ഒറ്റകൾക്ക് പുറത്തേക്ക് കിടക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ സമാധാനിച്ച് വാതിൽ കുറ്റിയിട്ടിട്ട് വേഗം ഇങ്ങോട്ട് പോകുന്നു. പിന്നെ ദേ ഇത് കൊച്ചി എടപ്പള്ളി ഇതേ റൈറ്റ് സൈഡിൽ കാണുന്ന കേട്ടോ മാള് ലുലു. ഇന്ന് ഓഫറുള്ള ദിവസമൊന്നും അല്ല കേട്ടോ. കുട്ടികൾക്ക് സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടല്ലോ. ബാഗ്, ലഞ്ച് ബോക്സ്, കുപ്പി, നോട്ട്ബുക്ക് ഞങ്ങളുടെ നാട്ടിലെ ഒരു കടയിൽ നിന്ന് മേടിക്കാമെന്ന് കരുതിയാട്ടോ പോണേ. അപ്പോൾ എല്ലാം കൂടി ഇവിടെ നിന്ന് മേടിക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ചെറിയൊരു ഷോപ്പിംഗ്, പെരുന്നാളൊക്കെയാണ് വരുന്നത്. അപ്പോൾ കുട്ടികൾക്കും എനിക്കൊക്കെ ഒരു ജോഡി ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. വലിയ കാര്യമായിട്ടുള്ള ഓഫറുകളൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതേ കുറേ നടന്ന് എനിക്ക് ഡ്രസ്സ് കിട്ടാനായിട്ട് ഭയങ്കര പാട്. ബാക്കിയുള്ളവർക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം എനിക്കുണ്ടല്ലോ റെഡിമെയ്ഡ് ഡ്രസ്സ് പറ്റില്ല. പക്ഷേ എനിക്ക് എന്താണോ റെഡിമെയ്ഡ് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാട്ടോ. നമ്മൾ തുണി എടുത്ത് സ്റ്റിച്ച് ചെയ്യണേലും നല്ല മോഡലുകളും അതുപോലെ തന്നെ നല്ല കാണാൻ നല്ല ഭംഗിയിലൊക്കെ വരുന്നത് റെഡിമെയ്ഡാണ്. പക്ഷേ എനിക്കത് ലെങ്ത്തും കൊണ്ട് ഒക്കൂല. എനിക്ക് കുറച്ച് ഹൈറ്റുള്ള ആളാട്ടോ ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ റെഡിമെയ്ഡ് ഡ്രസ്സ് പറ്റില്ല. ഞാനപ്പോൾ അതിൽ കുറേയൊക്കെ എടുത്ത് ഇങ്ങനെ വച്ച് നോക്കട്ടെ. എനിക്കിത് ഈ ഗ്രീൻ സൽവാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് സൽവാർ, ബോട്ടം, അതുപോലെ ദുപ്പട്ട, ഇത് മൂന്നും കൂടി വരുന്ന ഒരു കോംബോയായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ നോക്കിക്കുക, നല്ല ഒരു ഗ്രീൻ കളറല്ല. അതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും ഭയങ്കര ഒരു സിൽക്കി ടൈപ്പുള്ള ഒരു മെറ്റീരിയലായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നുണ്ടോ. എനിക്കത് അപ്പം എടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വെച്ച് നോക്കിയപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ലെങ്ത്ത് കൊണ്ട് ഒക്കുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെയാണ് റെഡിമെയ്ഡ് ഡ്രസ്സ്. എനിക്ക് എവിടെ പോയി എടുത്താലും പറ്റുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ ഞാൻ ഇപ്പം വിയർ ചെയ്തിരിക്കുന്ന ഈ സൽവാർ ഉണ്ടല്ലോ, ഇതൊരു അനാർക്കലി മോഡലാട്ടോ. ഭയങ്കര ലെങ്ത്താണ്. ഇത് ഞാൻ മീഷോന്ന് മേടിച്ചതാട്ടോ. ഒരു റയോൺ മെറ്റീരിയലാണിത്.
പിന്നെ മോൾക്കൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. മോൾക്കൊരു വൈറ്റും ബ്ലാക്കും കൂടിയും വരുന്ന ഒരു ഡ്രസ്സ്. നല്ല ഭംഗിയാണ് ട്ടോ. അപ്പോൾ ഞാൻ എടുത്ത ഡ്രസ്സിൻ്റെയൊക്കെ ഒരു വീഡിയോ പിന്നീട് കാണിക്കാം. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ കുറേ വാച്ചുകളുണ്ട്. എനിക്ക് വാച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടാട്ടോ. ചെറുപ്പം മുതലേ ഞാൻ പഠിക്കാൻ പോകുമ്പോഴൊക്കെയാണെങ്കിലും ഒരു കയ്യിൽ വാച്ച്, ഒരു കയ്യിലൊരു ബാംഗിൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോഴും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒന്നും ഇട്ടില്ലെങ്കിലും എവിടെ പോയാലും ഒരു വാച്ച് മസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറേ കളക്ഷൻസ് ഇങ്ങനെ ഉണ്ടായിരുന്നു ട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ നോക്കാണ്. മെൻസിൻ്റെ സെക്ഷനും ഉണ്ടായിരുന്നു, ലേഡീസിൻ്റെ ഉണ്ടായിരുന്നു, കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു ട്ടോ. അന്ന് നല്ല അത്യാവശ്യം നല്ലോണം തിരക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം കുട്ടികളുടെ സ്കൂളൊക്കെ തുറക്കാല്ലേ. അപ്പോൾ അവർക്ക് പറ്റിയ ബാഗ്, ചെരുപ്പ്, കുട അങ്ങനെ കണ്ണി കണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഈ ഷോപ്പിൽ മാത്രമല്ല, പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും ഇത് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാലും അവിടെയൊക്കെ ഇങ്ങനെ നിരത്തി ബാഗുകൾ ഓഫർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് ബാഗൊക്കെ ഞാൻ എടുത്തു. ദേ പിന്നെ വന്നപ്പോൾ കിഡ്സിൻ്റെ ടോയ്സിൻ്റെ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ എൻ്റെ മോൻ ഇങ്ങനെ ടോയ്സ് അതായത് ഈ ടോയ് കാറൊക്കെ അല്ലേ കാണുകയാണെങ്കിൽ അത് മേടിക്കും ഇത് മേടിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. ഇപ്പോൾ കുട്ടി മോൻ ഇത്തിരി വലുതായതുകൊണ്ട് അതിനോടൊന്നും ഒരു ക്രേസില്ല. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ തപ്പിപ്പെറുക്കി എടുക്കുകയാണ് കേട്ടോ. ദേ അവിടെ കുറച്ച് ടോയ്സ് കേട്ടോ. ഇത് ഒരു കൂടിന് 600 രൂപ കേട്ടോ. അതിൽ 6 ടോയ് ഉണ്ടായിരുന്നു. ഇങ്ങനെ പല പല അനിമൽസൊക്കെ ആയിരുന്നു കേട്ടോ. ലയൺ, ടൈഗർ, ജിറാഫ്, മങ്കി അങ്ങനെയുള്ള കുറച്ച് ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ദേ ഇതാണ് വയലിൻ. അപ്പോൾ ഞാൻ ഇതിലൊന്ന് അയ്യോ സോറി വയലിൻ അല്ലല്ലോ, ഗിത്താറല്ലേ? ആ സംഭവം. അപ്പോൾ അതിൽ ഞാനിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ അതൊന്ന് അനക്കി നോക്കി ട്ടോ. എനിക്കതൊന്നും ഗിത്താറൊന്നും വായിക്കാൻ അറിയില്ല. പിന്നെ നമ്മളിങ്ങനെ നോക്കുമായിരുന്നു, ഓരോ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം മേടിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് കളിക്കാനൊന്നുമല്ല, എനിക്കിവിടെ ഷോക്കേസിൽ വെക്കണ പോലെ വെക്കാൻ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പുറത്ത് പോയി എന്തെങ്കിലും ഈ വെറൈറ്റി ആയിട്ടൊക്കെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് മേടിക്കാനും അത് വീട്ടിൽ കൊണ്ടുവന്ന് എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല, അതിങ്ങനെ ഷോയ്ക്ക് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കുറേ ഡ്രസ്സൊക്കെ ഞാനിങ്ങനെ വച്ചും ട്രയലൊക്കെ ചെയ്ത് നോക്കി. അതിൽ ഒരെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ എടുത്തു ട്ടോ അതൊക്കെ. പിന്നെ മോൾക്കും എടുത്തിട്ടുണ്ട്. പിന്നെ മോനിക്ക് പറ്റിയത് ഇവിടുന്ന് കിട്ടൂല. അവന് ഷർട്ടൊക്കെ എടുത്താലും സൈസൊന്നും നോക്കൂല. അവൻ ഭയങ്കര സ്കെൽറ്റനാട്ടോ. അപ്പോൾ അറിയാലോ ഈ റെഡിമെയ്ഡൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് അതിപ്പോൾ എനിക്കാണെങ്കിലും റെഡിമെയ്ഡ് മേടിച്ച് കഴിഞ്ഞാൽ അവിടെ എത്തൂല. ലെങ്ത്ത് മാത്രമല്ല പല പല പോർഷനിലൊക്കെ എനിക്കിങ്ങനെ അഴിച്ചുപണികളൊക്കെ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, വലിയ റിസ്ക് എടുക്കാൻ പറ്റില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ റെഡിമെയ്ഡ് ഡ്രസ്സസൊക്കെ ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഇപ്പോൾ നല്ല മെറ്റീരിയലൊക്കെ കിട്ടി ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് തരാറുമില്ല. ഇപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാനിപ്പോൾ റെഡിമെയ്ഡിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ട് നടക്കാൻ നല്ല രസാട്ടോ. ചുമ്മാ ഓരോന്നിങ്ങനെ നോക്കാം. ഡ്രസ്സിൻ്റെ റേറ്റ് നോക്കാം, വച്ച് നോക്കാം, ഇട്ട് നോക്കാം. അത് വെറുതെ വീട്ടിലിരുന്നാൽ കിട്ടൂലല്ലോ. അപ്പോൾ ഒരു കറക്കം നല്ല രസാട്ടോ. ഇപ്പോൾ ഈ മാളൊക്കെ വന്നതിന് ശേഷം ഈ മാളിലൂടെയൊക്കെയുള്ള കറക്കം. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റൂല. ഇപ്പോൾ ഒരു ബീച്ചിലോ പാർക്കിലോ, ഇപ്പോൾ പാർക്കിലൊന്നും അങ്ങനെ പോകാറൊന്നുമില്ല. കുട്ടികളൊക്കെ അത്യാവശ്യം വലുതായല്ലോ, കുഞ്ഞു കുട്ടികളൊന്നും ഇല്ലല്ലോ. അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൊന്നും പോകാൻ പറ്റില്ല. കാരണം അവിടെ ചെന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ക്യാഷൊക്കെ മുടക്കി അവിടെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും മഴ പെയ്യണത്. അപ്പോൾ പിന്നെ ആ പോക്കിനൊരു രസമല്ല. നല്ല വേനൽക്കാല സമയത്തൊക്കെയാണ് നമ്മൾ അങ്ങനത്തെ ഡെസ്റ്റിനേഷനിലൊക്കെ പോയാൽ ഒരു രസം ഉണ്ടാവുക. ഇപ്പം മഴക്കാലമായി കഴിഞ്ഞാൽ ദേ ഇതുപോലത്തെ മാളാണ് നമുക്ക് പറ്റുള്ളൂ. പിന്നെ അതേ നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ നമുക്കതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാനും അതൊക്കെ നിങ്ങളുടെ മുന്നിൽ കാണിക്കാനൊക്കെ ഒരു പൂതി. അങ്ങനെ ഞാൻ ദേ ഒരു ഷോപ്പിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നെത്തിയിട്ടുണ്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ദേ ഇവിടെ കുറേ കരകൗശല വസ്തുക്കൾ, എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമുള്ള ആളാട്ടോ. ഇങ്ങനെ കരകൗശല വസ്തുക്കളൊക്കെ ഭയങ്കര റേറ്റാണ്. അതുകൊണ്ട് നമ്മളത് വിട്ട് നമ്മളിങ്ങനെ പുറത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിസ്സാരം പക്ഷേ നിസ്സാര വിലയായിരിക്കും, പക്ഷെ കാണാൻ നല്ല അട്രാക്റ്റീവായിരിക്കും. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ മേടിക്കും. ഇങ്ങനെ മാളിലൊക്കെ പോയി നമ്മളിങ്ങനെ മേടിക്കാറില്ല. പിന്നെ അതേ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുക്കീസ് ഇതിന് മുമ്പ് ഞാൻ വന്ന ടൈമിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇത് ലൈവായിട്ട് ഉണ്ടാക്കുന്ന കുക്കീസാണ്. നമ്മൾ നാട്ടിലെ ഏത് ഷോപ്പിൽ ചെന്നാലും കിട്ടാത്തൊരു ഐറ്റം കേട്ടോ ഇത്. നിങ്ങൾ ആരെങ്കിലും കൊച്ചി ലുലുവിൽ വരാണെങ്കിൽ എന്തായാലും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ കുറേ ഡോണറ്റ്സൊക്കെ ഇതൊക്കെ ഇവരിവിടെ ലൈവായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഞാൻ എൻ്റെ ലൈവ് വീഡിയോയിൽ ഇത് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. കാണാത്തവരൊക്കെ പോയിരുന്ന് കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. സ്കൂൾ തുറക്കുന്നത് കൊണ്ട് തന്നെ സ്കൂൾ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കച്ചവടമായിരുന്നു കേട്ടോ അവിടെ. ഷോപ്പിൻ്റെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും ഇങ്ങനെ ഇട്ട് സെയിൽ ചെയ്യായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിള്ളേർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അതായത് ബാഗൊക്കെ മേടിച്ച് മോൾക്ക്
ഈ പിങ്ക് കളറിനോ അതായത് ലൈറ്റ് കളറിനോടാട്ടോ ഭയങ്കര പ്രിയം. അപ്പോൾ അത് മേടിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ലൈറ്റ് കളേഴ്സ് ആകുമ്പോൾ പെട്ടെന്ന് കളറൊക്കെ ഫെയ്ഡാവും, അതുപോലെ തന്നെ മുഷിയൊക്കെ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ഡാർക്കായിട്ടുള്ള കളേഴ്സായിട്ടോ എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.